ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ആഘോഷം കൊണ്ടാടുകയാണ്. നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയാണ്. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു, നിങ്ങൾ ധൈര്യമായിരിക്കണം. കാരണം യേശുവിനെ പ്രഘോഷിക്കാനായി മുന്നിട്ടിറങ്ങുന്ന ശിഷ്യന്മാർക്ക് വരാനിരിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചൊക്കെ യേശുനാഥൻ അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവരെ അവിടുന്ന് ധൈര്യപ്പെടുത്തുകയാണ്. ഞാൻ ഈ ലോകത്തെ കീഴടക്കിയിട്ടുണ്ട്, അതായത് ഈ ലോകത്തിൻ്റെ എല്ലാ തിന്മകളെയും യേശുനാഥൻ കീഴടക്കിയിട്ടുണ്ട്. ആ കീഴടക്കിയവൻ നിങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. പക്ഷേ പ്രശ്നങ്ങളുണ്ടാകും, അവ നിങ്ങളെ നശിപ്പിക്കില്ല എന്നൊരു ഉറപ്പ് യേശുനാഥൻ കൊടുക്കുകയാണ്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ മനോഹരമായ ഒരു വാക്യം എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കേണ്ടതാണ്. യേശുനാഥനും പിതാവായ ദൈവവും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ചാണ് സുവിശേഷം നമ്മളോട് പറയുന്നത്. അതായത് യേശു പറയുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളെല്ലാവരും ചിതറിക്കപ്പെടാൻ പോകുന്ന കാലം വരും, നിങ്ങളെല്ലാവരും എന്നെ വിട്ട് ദൂരെ ഓടിയകലും. പക്ഷേ ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. യേശുനാഥൻ്റെ ഏറ്റവും വലിയൊരു ആഴത്തിലുള്ള ദൈവത്തെക്കുറിച്ചുള്ള ബോധം അതാണ്. ഈ ലോകം മുഴുവനും തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയാലും താൻ ഏകനാകില്ല, പിതാവായ ദൈവം തൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളത്. ഇതിൻ്റെ കാരണം യേശുനാഥൻ എപ്പോഴും പിതാവായ ദൈവവുമായി ബന്ധത്തിലായിരുന്നു. അവിടുന്ന് ദൈവമാണ്, പിതാവും പുത്രനുമാണ്. എങ്കിലും ഈ ഭൂമിയിലായിരുന്നപ്പോഴും അവിടുന്ന് ഈ ബന്ധം നിലനിർത്തി. നമ്മളും ദൈവത്തിൻ്റെ മക്കളാണ്, പക്ഷേ ക്രിസ്തുവിനെ പോലെ ഈ ബന്ധം നമ്മൾ നിലനിർത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമാണ്. നമുക്കറിയാം, പലരും ഉപേക്ഷിച്ചു എന്ന പേരിൽ ആത്മഹത്യക്കൊക്കെ പോകുന്ന ഒരു മനുഷ്യരുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഒറ്റയ്ക്കായി പോകുന്നു എന്നാണ്. അപ്പോൾ അവർക്കുള്ള ഏറ്റവും വലിയൊരു ബലമാണ് യേശുനാഥൻ പറയുന്നത്. നമ്മളെ ആരൊക്കെ ഉപേക്ഷിച്ചാലും ദൈവം ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഈ ബോധം നമുക്കുണ്ടാവണം. ഈ ബോധ്യം ഇല്ലാതായി പോകുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോകുന്നു എന്നുള്ളൊരു ചിന്ത നമുക്ക് തരുന്നത്. യേശുനാഥൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു ബലം അതാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെല്ലാവരും ഒറ്റയ്ക്കാക്കിയാലും ഞാൻ ഒറ്റയ്ക്കല്ല, കാരണം പിതാവായ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ ഓരോ മനുഷ്യനോടും ദൈവം ഇത് പറയുന്നുണ്ട്. കാരണം ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാന സമയത്ത് ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് എന്ന് പറഞ്ഞവൻ തന്നെയാണ് നമ്മുടെയും ജ്ഞാനസ്നാന അവസരത്തിൽ നിങ്ങൾ എൻ്റെ പ്രിയപുത്രനാണ് എന്ന് പറഞ്ഞത്. ജ്ഞാനസ്നാനം സ്വീകരിച്ചവരെ മാത്രമല്ല ദൈവമക്കളായി കരുതുന്നത്, ഈ ലോകത്തിലെ എല്ലാവരെയും ദൈവമക്കളായി കരുതുന്നത്. അതുകൊണ്ട് എല്ലാ മനുഷ്യരോടൊപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നുണ്ട്, സ്നേഹത്തിൻ്റെ സാമീപ്യം അവരുടെ അടുത്തുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഇത് മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ്. യേശുനാഥൻ ഒരിക്കലും ഒരു മനുഷ്യനെ സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറം അവനത് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, അപമാനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം അവനെ നിലനിർത്തിയത് അവൻ്റെ ഈ ദൈവാവബോധമാണ്. അതായത് പിതാവായ ദൈവം കൂടെ ഉണ്ട്, താൻ ഒരിക്കലും ഒറ്റയ്ക്കാകില്ല എന്നുള്ളൊരു ബോധമാണ്. ഇതിനെ ചെറിയൊരു സങ്കടത്തിലേക്ക് ക്രിസ്തു വരുന്നുണ്ട്. എൻ്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചോ എന്ന് ചോദിക്കുമ്പോഴും അടുത്തതായി അവൻ പറയുന്നത്, നിൻ്റെ കാര്യങ്ങൾ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നാണ്. അപ്പോഴും പിതാവായ ദൈവം തൊട്ടടുത്തുണ്ടെന്നുള്ള ബോധ്യം യേശുനാഥന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോധ്യമാണ് ക്രിസ്തുവിനെ മുന്നോട്ട് നയിച്ചത്. ഈ ഒരു അവബോധം നമുക്കും ഉണ്ടാവണം. ഇന്ന് ഫാത്തിമാതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷത്തോടെ കൊണ്ടാടും. 1917 ഫാത്തിമയിൽ, പോർച്ചുഗലിലെ ഫാത്തിമയിൽ മറിയം പ്രത്യക്ഷപ്പെട്ട് ആവശ്യപ്പെട്ടതും പ്രാർത്ഥിക്കാനാണ്, ജപമാല പ്രാർത്ഥിക്കാനാണ്. അതായത് പ്രാർത്ഥനയാണ്. ഈ ജപമാല എന്ന് പറയുന്നത് വചനാധിഷ്ഠിതമായൊരു പ്രാർത്ഥനയാണല്ലോ. പ്രാർത്ഥന നമ്മളെപ്പോഴും ദൈവവുമായി അടുപ്പിച്ച് നിർത്തും. ഈ ദൈവം നമ്മുടെ അപ്പനാണെന്നുള്ള ബോധ്യമൊക്കെ തരുന്നത് പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ ജീവിക്കാൻ, മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയുമ്പോൾ പിതാവായ ദൈവത്തെ നമുക്ക് കൂടെ നിർത്താനുള്ള സാന്നിധ്യം, ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഈ വചനം ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ അപ്പനായ പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നും തിരിച്ചറിയാനുള്ള കൃപ നമുക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.